എന്റെ ഭഗവാനെ, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇത് തുടങ്ങിയിട്ട് ഒരു ജീവ് പോലും ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മാസ്റ്റർ? അയ്യോ, ഡ്രൈവിംഗ് പഠിക്കുന്നവരെ മാസ്റ്റർ എന്നല്ല പറയുന്നത്, ആശാൻ. ആശാൻ? പുള്ളിനെ വിളിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ. അല്ല, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ആശാൻ. നിങ്ങളാണ് ആശാൻ? ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ആശാൻ, പ്രൊപ്പറേറ്റർ ജീവൻ. ഹലോ ആശാൻ, ഞാൻ വന്നതേ എനിക്ക് ലൈസൻസ് എടുക്കണമായിരുന്നു. എടുക്കാലോ, നിങ്ങൾക്കൊക്കെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്ഥാപനം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതല്ല, ഈ ലൈസൻസ് എടുക്കാൻ എത്രയാ ചാർജ്? അത് കുഴപ്പമില്ല, നമുക്ക് പല പല ചാർജുകളുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് എടുക്കണം, അതാണ്. പെട്ടെന്ന് എടുക്കാം, നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി തരാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ ചെയ്തു. മതി 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 മതി. ഈ ലൈസൻസ് എവിടെയാ വെച്ചിരിക്കുന്നത്? അല്ല, സാറ് ലൈസൻസ് എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ചെന്ന് പെട്ടെന്ന് എടുത്തോളാം. അയ്യോ, അങ്ങനെ ലൈസൻസ് അച്ചടിച്ച് വെച്ചേക്കുന്നതല്ല. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിച്ച് റോട്ടിൽ കൂടെ ഓടിച്ച് കാണിച്ചിട്ട്, ഇത് കണ്ടോ ഗ്രൗണ്ടിൽ കമ്പി അടിച്ചോ, അതിൽ പോയി എച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഓടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അത്രയൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. സാറിനപ്പോ 2 വീലർ ലൈസൻസ് ആണോ വേണ്ടത്, 4 വീലറിന്റെ ലൈസൻസ് ആണോ വേണ്ടത്? എനിക്ക് 2 വീലറിലും വേണ്ട, 4 വീലർ ലൈസൻസും വേണ്ട. എനിക്ക് 3 വീലർ ലൈസൻസ് മതി. ഓ, ഓട്ടോ ഓടിക്കാൻ? ഓട്ടോ ഓടിക്കാനല്ല, ഫ്ലൈറ്റ്, വിമാനം ഓടിക്കാൻ. എങ്ങനെ? 3 വീലർ അല്ലേ, വിമാനം. അല്ല സാറേ, ഞാൻ വിമാനം ഓടിക്കാൻ പോയതാ പഠിക്കാൻ. പക്ഷെ അതിന്റെ അകത്ത് കേറിയപ്പോ സ്റ്റെയറിംഗ് ഇല്ല, അതിന്റെ കുറ്റി മാത്രമേ ഉള്ളൂ. കാലത്തും വെറുതെ മനുഷ്യനെ ആശിപ്പിക്കാനായിട്ട് ഓരോരുത്തർ. ഇതെന്താ ഈ ഗുണ്ട സെബൊക്കെ ഇങ്ങോട്ട് വന്നത്? എന്താ ഇതിന്റെ ഇവിടെ കാര്യം? ഗുണ്ട സെബോ എന്ത് സെബു ആണെങ്കിലും ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കട്ടാ. വയറ് ഓരോ ദിവസം ചെല്ലുന്നോറും ചാടി വരെയുള്ളത്, അത് കണ്ടില്ലേ? ഇതല്ല വയറ്, ഇതാണ്. ഞാനും ആലോചിച്ചിട്ടാ, ഒരാൾക്ക് മുന്നിലും പിന്നിലും വയറാന്ന്. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഗുണ്ടകളാണ്. ഓ, കുലത്തൊഴിലാണല്ലേ? അല്ലല്ല, കൊലത്തൊഴിൽ. അച്ഛൻ ഗുണ്ടവർക്കി. ഉണ്ടവർക്കില്ല, ഗുണ്ടവർക്കി. അനിയൻ ഗുണ്ട ജോയി. പിന്നെ വല്യപ്പച്ചൻ ഗുണ്ട പാപ്പച്ചൻ. അമ്മ ഗുണ്ടിലിസി. അയ്യേ, അങ്ങനെ ഈഗോ അടിക്കും. ലൈസൻസ് വേണം. ലൈസൻസ് വേണം. എത്ര ലൈസൻസ് വേണം? ഒരു 5 എണ്ണം എടുത്തു, ഇല്ലാത്തവർക്ക് കൊടുക്കാലോ. അയ്യോടാ, പരോപകാരിയാണല്ലേ. ഇവിടെ ലൈസൻസ് ഇങ്ങനെ ചന്തയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കാനില്ല. ഇവിടെ അതിന്റേതായ കുറെ കാര്യങ്ങളുണ്ട്. എന്ത്? നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് റോട്ടിൽ കൂടെ ഓടിച്ചാൽ മാത്രമേ തനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാൻ ലൈസൻസ് വേണ്ടല്ലേ? അതെന്താണത്? അല്ല, അത് റോട്ടിൽ കൂടെ അല്ലേ, മേലെ കൂടെ പോണേ. പറയുന്നവനാണ് എനിക്ക് എങ്ങനെയും ലൈസൻസ് എടുത്തുനിന്ന്. ഇവിടെ തനിക്ക് 2 വീലർ ലൈസൻസ് ആണോ വേണ്ടത്, 4 വീലർ ലൈസൻസ് ആണോ വേണ്ടത്? മനസ്സിലായില്ല. അതായത് 2 വീലർ എന്ന് പറഞ്ഞാൽ 2 വീലുള്ളത്, ബൈക്ക് അതുപോലത്തെ ആക്റ്റീവ സാധനങ്ങൾ. 4 വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, ജീപ്പ്, ടെമ്പോ, ഈ വക സാധനങ്ങളാണ് 4 വീലർ. അപ്പൊ ഈ ട്രെയിൻ എത്ര വീലറാ? അയ്യോ, എടാ, നിനക്ക് 2 വീലർ ആണോ വേണ്ടത്, 4 വീലർ ലൈസൻസ് ആണോ വേണ്ടത്? എന്താണെന്ന് പറ നീ. ഈ 2 വീലറിന്റെ എടുക്കുമ്പോ എത്ര പൈസ ആവും? 2 വീലർ ആവുമ്പോ 10,000 രൂപ വേണ്ടി വരും. അപ്പൊ 4 വീലറോ? 4 വീലറിന് 25,000 രൂപ. എന്നാ 2 2 വീലർ എടുത്തു. 2 2 വീലർ? അതിനാണ് 4 വീലർ അല്ലേ? എവിടെങ്കിലും ലൈസൻസ് എടുത്തോളാൻ. ഇല്ല, ഞാൻ എടുത്തോളാം. അങ്ങനെ എവിടെ പോയാലും നിനക്ക് ആര് ലൈസൻസ് തരാൻ? പേടിപ്പിക്കുന്നുണ്ടാ? എടാ, ഈ പരിസരത്തെ എന്റെ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ, ജീവൻ ഡ്രൈവിംഗ് സ്കൂൾ. ഈ ജീവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പെണ്ണാണ്. ഓ, അതാണല്ലേ പെൺ ഡ്രൈവ്. ആണുങ്ങളെ ഡ്രൈവിംഗ് പഠിക്കുന്നതാണോ ആൻഡ്രോയിഡ്? പഠിക്കാനല്ല. എടാ, എന്തിനാടാ ഈ നേരത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? നിനക്ക് വേറെ വെട്ടും കുത്തും തൊഴിലിട്ടല്ല, പിന്നെ നീ എന്തിനാ ഈ ലൈസൻസ് എടുക്കാൻ വന്നത്? എനിക്ക് ഗുണ്ടാപ്പണിയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഈ കാല് വെട്ടിയ 50,000 കിട്ടും, കൈ വെട്ടിക്കഴിഞ്ഞാൽ 25,000, തല വെട്ടിയ പിന്നെ 10,000. തല വെട്ടിയ 10,000? അതാണത്. തല വെട്ടിക്കഴിഞ്ഞാൽ അവന്റെ ശല്യം തീർന്നില്ല. കയ്യോ കാലോ അവന്റെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കഴിഞ്ഞ് എന്റെ കൈ കാലും വെട്ടും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന തന്നരോ പൈസ. മെനകെട്ട ചോദ്യം ചോദിക്കരുത്. ഇതൊക്കെ അറിഞ്ഞ ഞാൻ ഗുണ്ടയാണ്, ഗുണ്ട. നീ ഗുണ്ടാ പരിപാടിയൊക്കെ നിർത്തി പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലൈസൻസ് എടുക്കുന്നത്. പിന്നെ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി. ശരി, എന്തെങ്കിലും ആവട്ടെ, നിന്നെ ഞാൻ സഹായിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? ഈ നിമിഷം മുതൽ നീ എന്റെ ശിഷ്യനും ഞാൻ നിന്റെ ആശാനുമാണ്. നിന്റെ ഗുണ്ടായുധ പരിപാടി ഒന്നും നടക്കൂല. അവിടെ മാറിക്ക്. ശരി ശരി. ഉണ്ടായിച്ചിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡ്രൈവിംഗിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാം. ഓക്കെ സനെ. ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് എല്ലെടുക്കണം. ആശാൻ പറഞ്ഞു
10 പൈസ തരണം. ആരെ എല്ല് വേണമെങ്കിലും ആരെ എല്ലെടുക്കണം വർക്കിടെ എല്ലെടുക്ക് പോയി. അയാളുടെ എല്ല് മൊത്തം ആൾക്കാരെ എടുത്ത് പിന്നെ എടുക്കാൻ പറ്റില്ല. ലൈസൻസ് എടുക്കണം ആദ്യം. ഓ അതെനിക്ക് ഒരു വണ്ടി, ഒരു കാർ ഇപ്പൊ കിടക്കുകയാണ്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യണതിന് ആദ്യം എന്ത് ചെയ്യണം? അത് സിമ്പിൾ അല്ലേ? അതിന്റെ അകത്ത് കയറി താക്കോട സ്റ്റാർട്ടാക്ക. എന്തിനാ ചേട്ടൻ തല്ലിയത്? എന്തിനാ ചേട്ടൻ തല്ലിയത്? അവിടെയാണ് എന്തിനാ ചേട്ടൻ തല്ലിയത്? കാറിന്റെ ഡോറ് തുറക്കാതെ അകത്ത് കയറാൻ പറ്റോ? കാറിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറിയിട്ട് വേണം നമ്മൾ കീടാൻ. എന്താടാ നീ എന്നെ തല്ലിയത്? തല്ലിയത് എന്തിനാണ്? കാറ് ഡോറ് തുറന്നാൽ അടയ്ക്കാനുള്ള മര്യാദ കാണിക്കും. കാറിന്റെ ഡോറ് തുറന്നു, അകത്ത് കയറി, ഡോർ അടച്ചു. ഇനി നമുക്ക് താക്കോലിടാലോ. അടിച്ച് കാരണം ഞാൻ നോക്കും. ഇപ്പൊ എന്താടാ നീ എന്നെ തല്ലിയത്? സീറ്റ് പറ്റി തന്നെ അപ്പോഴോ വിട്ടേക്ക്, വിട്ടേക്ക്, എല്ലാം വിട്ടേക്ക്. ആശാനൊന്നും പറഞ്ഞ് എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇനി നമുക്ക് ബ്രേക്കിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ബ്രേക്ക്? 1 മിനിറ്റ്. എന്ത് കോപ്രായോടെ കാണിക്കണത്? ഇതാണ് ആശാൻ പറഞ്ഞ ബ്രേക്ക്. ബ്രേക്കാ? ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ട് എനിക്ക് സ്കൂൾ കലോത്സവത്തില് 4 കോപ്പ ഇട്ടുണ്ട്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനുണ്ട്. ബ്രേക്ക് വിട്. പിന്നെന്താ? ഇനി ഞാൻ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിപ്പിക്കാം. ആയിക്കോട്ടെ. ഇതാണ് ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. ആയിക്കോട്ടെ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല. ആശാനെ ലൂസ് കണക്ഷൻ ആണ്, ഒന്ന് റെഡി ആക്കോ. എന്ത് ഇത് കത്തുന്നു കെടുന്നു കത്തുന്നു കെടുന്നു കത്തുന്നു? അങ്ങനെയാണ് നമ്മൾ വളവുകൾ തിരിയുമ്പോ ഇടത്തേക്ക് പോകുമ്പോ ഇടത്തേക്ക് ഇടുക, വലത്തേക്ക് പോകുമ്പോ വലത്തേക്ക് ഇടുക. അതിനാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഞാൻ പഠിച്ചു വന്നല്ലുള്ളൂ. ഇനി നമുക്ക് സിഗ്നൽസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ഈ സിഗ്നൽ എന്താണ് പറയൂ? ഇത് ലുട്ടാപ്പിയുടെ കുന്തം. അപ്പൊ ഇതെന്താന്ന് പറയൂ? അത് ലുട്ടാപ്പിയുടെ കുന്തം മായാവി വളച്ചു വെച്ചിരിക്കുന്നു. അപ്പനാണ് വളർത്തത്. എന്നെ കഴുകി വെച്ചത്. എടാ, ഇത് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കാണിക്കുന്നതാണിത്. മനസ്സിലാവണ്ട? പഠിച്ചു വന്ന ഇത് റോഡിൽ യു ടേൺ ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നലാണിത്. ശരി ആശാനെ. നീയൊക്കെ എവിടെ നിന്ന് വരടാ? ഇതെന്താണ് സാധനം? ചിരിക്കാതെ പറ. ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുമ്പോ ആശാൻ എന്ത് ഇതൊക്കെ സ്ത്രീകളും എന്ത് ഇങ്ങനെ നോക്കി? ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ പറയില്ലേ, പറയ്. കാലില്ലാത്ത കൂളിംഗ് ഗ്ലാസ്. പിടിപ്പിക്കരുത്. എടാ, നീ മര്യാദക്ക് ഡ്രൈവിംഗ് പഠിച്ചാലും നീ ഡ്രൈവർ ആവുള്ളൂ. അങ്ങനെ പറയല്ലേ? സ്കൂൾ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചിട്ടാ ഡ്രൈവറായത്. ഡ്രൈവ് പഠിച്ചിട്ടോ എന്നിട്ട് ഡ്രൈവറായോ? സംസാരിക്കില്ലേ? ആശാനെ, ആശാൻ എല്ലെടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ കാലിന്റെ എല്ല് തല്ലിയെടുക്കും ഞാൻ വിചാരിച്ചില്ല ആശാനെ. ഇത് ജീവൻ ഡ്രൈവ് സ്കൂളല്ല, ജീവൻ എടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളാണ്. എന്റെ കാലേ, എന്റെ കാല്. അയ്യോ, 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 അയ്യോ. ആശാനെ, എനിക്ക് 4 വീലർ കിട്ടി. ഇനി ഇതിന് ലൈസൻസ് എടുക്കണോ ആശാനെ?